ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ KSU പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചെന്ന പരാതി അടിസ്ഥാനരഹിതമെന്ന് റെയിൽവേ പോലീസിന്റെ നിഗമനം. പ്രതികളുമായി ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ ആയുധം കണ്ടെത്താൻ കഴിയാത്തതോടെയാണ് കേസിൽ നിർണായകമാകുന്ന വിലയിരുത്തൽ. 2 ദിവസം കസ്റ്റഡിയിൽ കിട്ടിയ പ്രതികളെ ഇന്നലെ തന്നെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ മന്ത്രിയെ ആയുധം ഉപയോഗിച്ച് KSU പ്രവർത്തകർ ആക്രമിച്ചെന്നായിരുന്നു ഗൺമാൻ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയ കേസിലാണ് അന്വേഷണ സംഘത്തിന്റെ സുപ്രധാന നിഗമനം. ആയുധം കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി പോലീസ് ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ തെളിവുകളൊന്നും ലഭിച്ചില്ല. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം ഏതെന്ന് ഗൺമാൻ നൽകിയ മൊഴിയിലുമില്ല. ഇതോടെ KSU പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനമുള്ളതല്ലെന്ന നിഗമനത്തിലാണ് കേസ് അന്വേഷിക്കുന്ന റെയിൽവേ പോലീസ്. 2 ദിവസം ആവശ്യപ്പെട്ട് വാങ്ങിയ പ്രതികളെ 4 മണിക്കൂറോളം നേരം മാത്രമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വെച്ചത്. പ്രതികളിൽ ഒരാളെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തുണിക്കടയിൽ എത്തിച്ച് കറുത്ത തുണി വാങ്ങിയ കാര്യം മാത്രമാണ് പോലീസ് സ്ഥിരീകരിച്ചത്. സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ റെയിൽവേ പോലീസ് മറുപടി നൽകേണ്ടിവരും. നിർണായക തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രേരിത ആരോപണം മാത്രമാണ് ആക്രമണ പരാതി എന്ന KSU വാദത്തിന് സാധൂകരണം കൂടിയാണുണ്ടാവുന്നത്. മീഡിയ 1 കണ്ണൂർ.